സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയൽ കസ്തൂരിമാനിൽ പുതിയ ട്വിസ്റ്റ് എത്തിയത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. നായകനായ ജീവയുടെ കാറ് ആക്സിഡന്റായതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സീരിയലിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ജീവയ്ക്ക് ബോധം വന്നെങ്കിലും 4 വർഷം വരെയുള്ള ഓർമ്മ ജീവിയിൽ നിന്നും മാഞ്ഞുപോയിരിക്കുകയാണ് എന്നത് ഈശ്വരമഠം കുടുംബത്തെ എന്ന പോലെ പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി കാവ്യയുടെ കഷ്ടകാലത്തിനൊപ്പം ദുഷ്ടന്മാരുടെ നല്ല കാലവും തുടങ്ങുമെന്നുള്ള പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകരും നിരാശയിലാണ്. നായകനായ ജീവയും കാവ്യയും സന്തോഷത്തോടെ ജീവിക്കുന്നതും കാവ്യ ഗർഭിണിയാവുകയും ചെയ്ത നല്ല മുഹൂർത്തങ്ങളോടെ പ്രേക്ഷക പ്രീതിയുമായി മുന്നേറുകയായിരുന്നു കസ്തൂരിമാൻ. കാവ്യ ഗർഭിണിയായതും ഇന്ദിരാബായി ഈശ്വരമഠം പുറത്താക്കിയതും ജീവയുടെ ചിത്രം സൂപ്പർ ഹിറ്റായതുമൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രേക്ഷകർ കണ്ടത്. ഇതിനു പിന്നാലെയാണ് സന്തോഷങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി ജീവയെ തേടി അപകടമെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ജീവ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചത് പ്രേക്ഷകർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ ബോധം വീണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ജീവയ്ക്ക് ഓർമ്മക്കുറവ് സംഭവിക്കുകയും കാവ്യയെ കല്യാണം കഴിച്ചത് ഉൾപ്പെടെ 4 വർഷം വരെയുള്ള ഓർമ്മകൾ മാഞ്ഞു പോയിരിക്കുകയുമാണ്. പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ ചിലപ്പോൾ കോമ സ്റ്റേജിലേക്കും ജീവ എത്തുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് തന്നതിനാൽ കാവ്യയെക്കുറിച്ച് ആർക്കും ജീവയോട് പറയാനും സാധിക്കുന്നില്ല. അതേസമയം ഇപ്പോൾ ജീവയുടെ മനസ്സിലുള്ളത് അച്ചമ്മയോടും അനുജത്തി ശിവാനിയോടുമുള്ള അടങ്ങാത്ത സ്നേഹം മാത്രമാണ്. അച്ചമ്മ ജീവയെ കാണാൻ എത്തുന്നുണ്ടെങ്കിലും ശിവാനിയെ കാണണമെന്നാണ് ജീവ പറഞ്ഞത്. ശിവാനി തൻ്റെ ജീവിതത്തിൽ ചെയ്ത ദുഷ്ടതരങ്ങളൊക്കെ മറന്നുപോയ ജീവ അനിയത്തിയും ഇളയമ്മയും കാണാനാണ് ആഗ്രഹിക്കുന്നത്. ആശുപത്രിയിലെത്തിയ കാവ്യയെ കണ്ടെങ്കിലും ആരാണ് ഈ സ്ത്രീ എന്നും ജീവ ഡോക്ടറിനോട് ചോദിക്കുന്നു. ജീവയുടെ മറവി കാവ്യയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിലും ഈശ്വരമഠത്തിൽ നിന്നും പുറത്താക്കി ശിവാനിയും ഇളയമ്മയും കൂട്ടിക്കൊണ്ടു പോകാൻ കാവ്യ കണ്ണീരോടെ എത്തുന്നതാണ് ഇന്നത്തെ പ്രൊമോയിലുള്ളത്. കിട്ടിയ അവസരം മുതലെടുത്ത് ശിവാനിയും ഇന്ദിരാബായിയും വീണ്ടും ഈശ്വരമഠത്തിലേക്ക് എത്തുകയും ഓർമ്മയില്ലാത്ത ജീവയെ കയ്യിലെടുത്ത് കാവ്യയെ ചവിട്ടിയരിക്കുന്നതുമാണ് വരും എപ്പിസോഡുകളിൽ കാണുകയെന്നുമാണ് സൂചന. നീതും ഈ അവസരങ്ങളിൽ അവർക്കിടയിലേക്ക് എത്തുകയും കാവ്യയോട് പ്രതികാരം വീട്ടുകയും ചെയ്യുമെന്നും പ്രേക്ഷകർ പറയുന്നു. അതോടൊപ്പം ഇനി ജീവ കാവ്യ തിരിച്ചറിയില്ലേ എന്നും ഇപ്പോൾ പ്രേക്ഷകർ ആശങ്കപ്പെടുന്നു. തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും വരെ മറന്ന ജീവിയുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. എത്രയും പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടണമെന്നും ജീവയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.